19 സങ്കീർത്തനം അതിന്റെ 20 വാക്യം. ഞാൻ എന്റെ ദാസനായിരിക്കുന്ന ദാവീദിനെ കണ്ടെത്തി. ദാസനായിരിക്കുന്ന ദാവീദിനെ കണ്ടെത്തിയപ്പോൾ ദൈവം അവൻ നൽകിയത്, ദൈവം നമ്മളെ കണ്ടെത്തിയാൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്യും. ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടത് കൊണ്ടാണ് ദൈവം നമ്മെ ഈ മാർഗത്തിലേക്ക് കൂട്ടിവരുത്തിയത്. ഹല്ലേലൂയ. പല ദൈവമക്കൾക്കും സാക്ഷ്യം പറയുവാൻ കഴിയുന്ന, ഞാൻ ഈ മാർഗത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നു ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. ഞാൻ ഈ മാർഗത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതേപോലെ ദേശത്ത് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയോ? ദൈവം നമ്മെ കണ്ടെത്തിയത് കൊണ്ടാണ് ദൈവം നമ്മളെ അഭിഷേകം നൽകിയത്. അഭിഷേകം നൽകിയ ദൈവമക്കളെ യാതൊരു അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾക്കും തൊടുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധമാക്കി ദൈവം മാറ്റിയിരിക്കുകയാണ്. കഷ്ടങ്ങളില്ല എന്നുള്ളതല്ല, ദുഃഖങ്ങളില്ല എന്നുള്ളതല്ല, മറിച്ച് ആ ദൈവത്തിന്റെ വിശ്വസ്തത. വചനം കേൾക്കുവാൻ ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഓരോ ദിവസവും അനുഗ്രഹമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ വചനമാണ് വിടുവിക്കുന്നത്, ഈ വചനമാണ് സൗഖ്യം നൽകുന്നത്, ഈ വചനത്തിലൂടെയാണ് അത്ഭുതങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്, ഈ വചനമാണ് നമ്മളെ നിത്യതയിലേക്ക് നയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ 21 സങ്കീർത്തനത്തിൽ കൂടെ പറഞ്ഞപ്പോഴും, കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടത്തില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും പോലും എന്നെ ദിനംതോറും ആശ്വസിപ്പിക്കുകയാണ്. ദിനംതോറും ആശ്വസിപ്പിക്കുന്ന വചനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ദിനംതോറും നമ്മളെ വഴി നടത്തുന്ന വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദാവീദിനെ ആരാണ് കണ്ടെത്തിയത്? മനുഷ്യരല്ല കണ്ടെത്തിയത്. ദാവീദിനെ കണ്ടെത്തിയത് ദൈവമാണ്. ദൈവമാണോ നിന്നെ കണ്ടെത്തിയതെങ്കിൽ പുത്തൻ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തനായിരിക്കും. ദൈവമാണ്. എങ്കിലും കഷ്ടങ്ങളില്ല എന്നുള്ളതല്ല, രോഗങ്ങളില്ല എന്നുള്ളതല്ല, ദുഃഖങ്ങളില്ല എന്നുള്ളതല്ല, കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ആഞ്ഞടിക്കുന്നതിന്റെ മധ്യത്തിൽ ദൈവം നമ്മളെ, ഇസ്രായേലിന്റെ പരിപാലകൻ നമ്മളെ ഓരോ ദിവസവും പരിപാലിക്കുവാനിടയായിത്തീരും. ഒരു വാക്യം കൂടി അതിനാധാരമായി വായിക്കണമേ. 1 ശമൂവേലിന്റെ പുസ്തകം 30 അധ്യായം 4 വാക്യം വായിച്ചാണ്. സിക്ലാഹിനെ തീ വെച്ച് ചുട്ടുകളയുന്നത് കണ്ടിട്ട് ദാവീദും കൂടെയുള്ളവരും ബലമില്ലാതെ കരഞ്ഞു. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദാവീദിനെ ദൈവം കണ്ടെത്തി, അഭിഷേകത്താൽ ദൈവം നിറച്ചു. ഇപ്പൊ ദാവീദ് കരയും. ദാവീദ് ഇപ്പോൾ കരയോ? ബലമില്ലാതെ കരയുകയാണ്. ബലമില്ലാതെ കരയാൻ കാരണം തന്റെ ഭാര്യമാരെയും കൂടെയുള്ള ജനത്തെയെല്ലാം ശത്രു അപഹരിച്ചു കൊണ്ടുപോയി. അത് മാത്രമല്ല, തീയിട്ട് ചുട്ടുകളഞ്ഞു, സകലം നശിപ്പിക്കാനിടയായി. ഉടനെ കുറിവാക്യം മറന്ന പോലെ ദൈവം കണ്ടെത്തിയ ദാവീദിനെ ദൈവമാണ് അഭിഷേകം ചെയ്തത്. ദൈവമാണ്, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിനക്ക് ബലം നൽകും, ഞാൻ നിന്നെ അന്ത്യത്തോളം നടത്താമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പാകെ ദാവീദ് കരയുവാനിടയായി തീർന്നു. മനുഷ്യരുടെ മുമ്പിലല്ല ദാവീദ് കരഞ്ഞത്. ദാവീദ് കരഞ്ഞത് ദൈവത്തിന്റെ മുമ്പിലാണ്. മറന്നു പോകരുത്, ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവരെ മനുഷ്യരുടെ മുമ്പിൽ കരയുവാൻ ദൈവം ഇടയാക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവനാണ് നമ്മെ പേർ ചൊല്ലി വിളിച്ചത്. നീ എന്റെ മകനെന്ന് ചൊല്ലി വിളിച്ചത് അവനാണ്. ദൈവത്തെക്കാളും അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിപ്പിച്ച് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിന്റെ അധികാരം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും ദൈവത്തിന് മുമ്പാകെ കരയുന്ന മക്കളെ ദൈവം വിടുവിക്കുവാൻ ശക്തനായിരിക്കും. ദൈവമന്ത്രി 30 അധ്യായം അതിന്റെ 5 മുതൽ 6 വായിക്കുമ്പോൾ ദാവീദ് വലിയ കഷ്ടത്തിലായി. കൂടെയുള്ളവർ തന്നെ കല്ലെറിയണമെന്ന് പറഞ്ഞു. കണ്ടോ? ദൈവം വിളിച്ച് അഭിഷേകം ചെയ്ത ദാവീദിനെ കൂടെയുള്ളവർ തന്നെ, കൂടെ തന്റെ നന്മ അനുഭവിച്ചത്, തന്റെ ആലോചന കേട്ടവര്, തന്റെ ഇഷ്ടത്തിന് നടന്നവര്, തന്നെ കൊണ്ട് ജീവിച്ച കൂടെയുള്ളവര്
ദാവീദേ, നീ കാരണമാണ് എന്റെ മക്കളും എന്റെ കുട്ടികളും എന്റെ കൂടപ്പിറപ്പുകളും അപകരിച്ചു കൊണ്ടുപോയത്, നീ മുഖാന്തരമായെന്ന് പറഞ്ഞ് കൂടെയുള്ളവർ തന്നെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ദാവീദിനെ പിടിവിട്ടുപോയി. ദാവീദ് ബലമില്ലാതെ കരയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ഇന്നാളുകളിൽ ദൈവമാണോ നമ്മളെ വിളിച്ചത്? ദൈവമാണോ നമുക്ക് അഭിഷേകം നൽകിയത്? ദൈവമാണോ നമ്മെ പേർ ചൊല്ലി വിളിച്ചത്? അന്ത്യത്തോളം നടത്താമെന്ന് വാക്ക് പറഞ്ഞത് നമ്മുടെ ദൈവമല്ലേ? എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി, എന്തുകൊണ്ടാണ് പ്രതികൂലമെന്ന് വിചാരിച്ചുകൊണ്ട് പിറുപിറുക്കുവാനല്ല, മറിച്ച് വിളിച്ച അഭിഷേകം എന്ന ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തി ദൈവത്തിന്റെ മുമ്പാകെ നിലവിളിക്കുന്ന ദൈവമക്കളെ അവൻ ഒരു നാളും അനാഥരായി വിടത്തില്ല. വാക്ക് പറഞ്ഞ മാറാത്ത ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് അന്ത്യത്തോളം നടത്താമെന്ന് ശക്തിയുള്ള ദൈവത്തിന്റെ പിന്നാലെയാണോ നീ യാത്ര ചെയ്യുന്നത്? നിന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. നിന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. ദൈവം മുമ്പാകെ കരയുന്നവനെ ദൈവം മാനിക്കും. ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ദൈവം കരഞ്ഞിട്ടുണ്ടോ? ബലമില്ലാതെ കരഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഓർത്ത് ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. മുൻപോട്ട് ഒരു നിമിഷം പോലും മൂവ് ചെയ്യുവാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന മണ്ഡലത്തിൽ ബലമില്ലാതെ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം വചനത്തിന് മുമ്പാകെ മുട്ടുമടക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. സകല വിഷയത്തിന് മുമ്പിലും പരിഹാരം തരുന്ന ശക്തിയുള്ള ദൈവത്തിന് മുമ്പാകെ നിലവിളിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദാവീദ് അവസാനം എന്താ ചെയ്തേ? ഒരു രാജാക്കന്മാരിൽ ആശ്രയിച്ചില്ല, ഒരു മല്ലന്മാരിൽ ആശ്രയിച്ചില്ല, ഒരു ബലവാന്മാരെ ആശ്രയിച്ചില്ല, ഒരു ആയുധത്തെയും ആശ്രയിച്ചില്ല. ദാവീദോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദാവീദോ തന്റെ ദൈവമായിരിക്കുന്ന യഹോവയിൽ ധൈര്യപ്പെട്ടു. യഹോവയിൽ ധൈര്യപ്പെടുന്നവരെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ ധൈര്യപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. സ്വർഗം ഇറങ്ങി വരും, തന്റെ വിഷയത്തിന് പരിഹാരമായി ഇറങ്ങി വരും. ഹല്ലേലൂയ. ബലപ്പെടുത്താൻ ഒരു പാസ്റ്ററും വന്നില്ല, ഒരു വിശ്വാസിയും വന്നില്ല, ഒരു കൂടപ്പിറപ്പം വന്നില്ല, ആ കുടുംബക്കാരും വന്നില്ല. ഹല്ലേലൂയ. അവൻ തന്റെ ദൈവമായിരിക്കുന്ന യഹോവയിൽ ബലപ്പെട്ടു ആശ്രയിക്കാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, ആ ദൈവമക്കളെ, ആരും നമ്മളെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും, ആരിലും ആശ്രയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, യഹോവയായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ പരിഹാരം ക്രിസ്തുവിലുണ്ട്. പരിഹാരം പരീക്ഷിച്ചു നോക്ക്. പരിഹാരം ക്രിസ്തുവിലുണ്ട്. ആ ക്രിസ്തുവിലൂടെയുള്ള പരിഹാരം വിശാലമായിരിക്കുന്ന അത്ഭുതങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനിടയായി തീരും. ദാവീദ് ഉടനെ 7-ാം വാക്യത്തിൽ പറയുക. 7-ാം വാക്യം വായിച്ചാട്ടെ. ഈ ഏഫോദ് എന്താണ്? ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു നിലയങ്കിയാണ്. നിലയങ്കി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ പുരോഹിത വസ്ത്രമാണ് ഏഫോദ് എന്ന് പറയുന്നത്. അതിന് 7 രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു. നെഞ്ചോട് ചേർത്തുള്ള 7 രത്നങ്ങൾ ആ അങ്കിയിൽ പതിപ്പിച്ചിരിക്കുന്നു. അത് താൻ അണിഞ്ഞുകൊണ്ട് തന്റെ 12 ഗോത്രങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ 12 ഗോത്രങ്ങളെയും പിടിച്ചെടുക്കുവാൻ വേണ്ടി ഏഫോദ് ധരിച്ചുകൊണ്ട് യഹോവയായ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആ നഷ്ടപ്പെട്ടു പോയ 12 ഗോത്രങ്ങളെയും ഇല്ലാതാക്കുവാൻ, ശത്രു പരാജയപ്പെടുത്തുവാൻ പദ്ധതിയിട്ട 12 ഗോത്രങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. മനുഷ്യന്റെ ആലോചനയല്ല ദാവീദ് കേട്ടത്, ദൈവത്തിന്റെ ആലോചനയാണ്. ഞാൻ ഈ പരീക്ഷയിൽ ജയിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തോട് ചോദിക്കുകയാ. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ മനുഷ്യരോട് ആരോടും ചോദിക്കരുതേ, നീ ദൈവത്തോട് ചോദിക്ക്. ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അതിന് മറുപടി തരും. നീ ആ പരീക്ഷയിൽ ഞാൻ ആ പരീക്ഷയിൽ ജയിക്കണമോ വേണ്ടയോ എന്ന് ദാവീദ് ദൈവത്തോട് ചോദിച്ചപ്പോ ദാവീദിന് ആലോചന ദൈവം കൊടുക്കുക. നീ പരീക്ഷയെ പിന്തുടരും. നീ പിന്തുടര്, ഈ പരീക്ഷയെ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരീക്ഷയെ, ഈ ജനത്തെ പിന്തുടരുവാനിടയായി തീർന്നു.
ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന കേട്ട് പുറപ്പെട്ട ദാവീദ് പരീക്ഷയെ പിന്തുടരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ പരീക്ഷയെ പിന്തുടരുക മാത്രമല്ല, ജയിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് പുറപ്പെട്ട ദാവീദ് പരാജയപ്പെട്ടില്ല. ബലമില്ലാതെ കരഞ്ഞ ദാവീദ് ദൈവത്തിന്റെ ആലോചന കേട്ട് ആലോചന പ്രകാരം സ്റ്റെപ്പ് വെച്ചപ്പോൾ ദൈവന് വലിയ വിജയം നൽകുവാനിടയായി. ഹല്ലേലൂയ. അതിന്റെ സാധ്യതകൾ എനിക്ക് വായിക്കും. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണമേ. 1 ശമൂവേൽ 30-ാം അധ്യായം വീട്ടിൽ പോയി, ഇപ്പൊ സമയമില്ലാത്ത വീട്ടിൽ പോയി ഒന്ന് വായിക്കണമേ. ഒരു കഥ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം എഴുതി വെച്ചിരിക്കുക. ഒരു കഥ പോലെ, സ്റ്റോറി പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ആ പരീക്ഷയെ പിന്തുടരണോ എന്ന് ചോദിച്ചപ്പോൾ, പരീക്ഷയെ പിന്തുടരണമെന്ന് ദൈവം ആലോചന കൊടുത്തപ്പോൾ ആ പരീക്ഷയെ പിന്തുടരുവാനുള്ള സാധ്യതകൾ ദൈവം കൺമുമ്പിൽ കൊണ്ടുപോയി നിരത്തുകയാണ്. അത്ഭുതകരമായിരിക്കുന്ന ദൈവ പ്രവർത്തികൾ ഈ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. പരാജയപ്പെടുവാൻ സാത്താൻ പദ്ധതിയിട്ടപ്പോൾ അതിന് മുമ്പിൽ പരാജയപ്പെടുത്തുമെന്ന് ആരാണോ വിധി എഴുതി നിന്നത്, അവരിൽ ഒരാളെ ദാവീദിലേക്ക് അയച്ചിട്ട് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 11-ാം വാക്യം വായിച്ചാട്ടെ. നീ ആരുടെയാണ്, എവിടുത്തുകാരൻ? കണ്ടോ, പോകുന്ന വഴി പരീക്ഷയെ പിന്തുടരണമോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ നീ പരീക്ഷയെ പിന്തുടരെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന കെട്ടിറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചാൽ, വഴിയിൽ ഒരുത്തനെ കണ്ടു. ഭക്ഷണം 3 ദിവസമായിട്ട് ഭക്ഷണമില്ലാതെ കിടക്കുക. ജീവിതം അവന്റെ മരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ദാവീദിന് അവന് ഭക്ഷണം നൽകി ഉയിർ വീഴുവാനിടയായിരുന്നു. അവനോട് ആലോചന ചോദിച്ചു, നീ ആരുടെ പക്ഷക്കാരൻ, ഏത് നാട്ടുകാരൻ ആലോചന ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, അമാലേക്യർ തെക്കേദേശവും സിക്ലാഗും ആക്രമിക്കുന്ന സമയത്ത് അമാലേക്യരുടെ പക്ഷക്കാരനായിരുന്നു. ദീനം വന്നു കഴിഞ്ഞപ്പോൾ യജമാനൻ ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ദീനം വന്നു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. യജമാനൻ ഉപേക്ഷിച്ചിട്ട് പോയി. ദൈവത്തിന്റെ പദ്ധതി സാധ്യതകൾ മനുഷ്യനെ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് യഹോവയെ ആശ്രയിക്കുന്ന പറയാൻ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യർ പോലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്കോണം അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. സിക്ലാഗ് ആക്രമിക്കുവാൻ കടന്നുപോയപ്പോൾ, സിക്ലാഗിലെ ആക്രമിക്കുവാൻ കടന്നുപോയപ്പോൾ അവരിൽ ഒരാളെ ദീനമാണെന്ന് പറഞ്ഞ് വഴിയിൽ ഇട്ടിട്ട് പോയതാ. ഇവനെ കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ വ്യക്തി ദൈവത്തിന്റെ ആലോചനയായി ദാവീദിന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യുദ്ധസന്നാഹത്തോടുകൂടെ കടന്നുപോയ രാജാക്കന്മാര് ഏതെല്ലാം ദേശത്ത് കൂടിയാ, ഏതെല്ലാം ദേശത്താണ് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ദൂതുവാഹിയായിട്ട് ദൈവം അവനെ കണ്ട് അവന്റെ ആലോചന കേട്ട് കടന്നുപോയ മേഖലകൾ ഏതെല്ലാം മേഖലകളാണെന്നുള്ള വഴികാട്ടിയായി കൂടെ അമോലേക്കൻ വഴികാട്ടി കൊടുത്ത് ആ ദേശത്തെ ആക്രമിക്കുന്ന മണ്ഡലങ്ങളിൽ പിന്നാലെ പിന്തുടർന്ന് ആക്രമിച്ച് അവരെ നിന്ന് ജയിക്കുവാനിടയായി തീരും. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചത്, ഈ പരീക്ഷയെ ഞങ്ങൾ പിന്തുടരണമോ വേണ്ടയോ? പിന്തുടരാൻ ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ പിന്തുടരുന്ന വഴിയിൽ കാണുന്ന അമോലേക്കൻ തന്റെ വഴികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ പരീക്ഷയെ ജയിക്കുവാനിടയായി തീർന്നു. 18-ാം വാക്യം വായിച്ചു. ഞാൻ വാക്കുകളെ അവസാനിക്കും. 18-ാം വാക്യം. കരങ്ങളെ ഓർത്ത് ഹല്ലേലൂയ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ദാവീദേ, സങ്കീർത്തനം മറന്നു പോകരുത്. 89-ാം സങ്കീർത്തനം 20-ാം വാക്യം. ദൈവം ഒരുവനെ കണ്ടെത്തിയാൽ, അഭിഷേകം നൽകിയാൽ ദൈവത്തിന്റെ മകനാണ്. അവന് കഷ്ടത ഇല്ല എന്നുള്ളതല്ല, ദുഃഖമില്ല എന്നുള്ളതല്ല, സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവം തന്റെ കൂടെ ഉണ്ടായിരുന്നു. പരീക്ഷയെ ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. അമോലേക്കിനെ ജയിക്കുവാൻ ദൈവം കൃപ നൽകുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുന്ന സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചു, അഭിഷേകത്താൽ നമ്മളെ നിറച്ചു, ദൈവം നമ്മളെ നിർത്തി. എങ്കിലും ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്. അതിന്റെ മധ്യത്തിൽ ബലമില്ലാതെ കരയുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ദൈവത്തിന് മുമ്പാകെ കരയുന്ന ദൈവമക്കളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മെ ഇന്നും എന്നേക്കും വഴി നടത്തുന്ന ദൈവം. ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.